അപ്പൊ ഈ 3 ദിവസത്തിനുള്ളിൽ എന്താണ് നെതന്യാഹുവിന്റെ അല്ലെങ്കിൽ എന്താണ് ഇസ്രായേലിന്റെ സൈന്യം ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3.5 വർഷം കൊണ്ട് പുടിൻ ചെയ്യാൻ സാധിക്കാത്ത കാര്യം, ഇപ്പോഴും ചെയ്യാൻ സാധിക്കാത്ത കാര്യമാണ് 3 ദിവസം കൊണ്ട് നെതന്യാഹു ചെയ്തത്. അതായത് കംപ്ലീറ്റ് എയർ ഡോമിനേഷൻ, എയർ സുപ്പീരിയോറിറ്റി കഴിഞ്ഞ് എയർ സുപ്രീമസിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അവരെ ചരക്കുണ്ട്. പക്ഷെ റഷ്യക്ക് ആരോടാ ചെയ്യാൻ പറ്റാതിരുന്നത്? യുക്രൈനോട്. ഒരു എയർഫോഴ്സ് പോലും ഇല്ലാതെ, ഒരു ഡിഫൻസും ഇല്ലാതെ. യുക്രൈൻ പിന്നാണ് ഈ ഡിഫൻസ് എല്ലാം ഉണ്ടാക്കുന്നത്, ഈ സാധനം എല്ലാം ഉണ്ടാക്കുന്നത് പിന്നെയാണ്. സ്റ്റാൻഡ് ഓഫ് ഡെലിവറിയാണ് ഇപ്പോ ഗൈഡഡ് ബോംബായാലും ഗ്ലൈഡഡ് ബോംബായാലും എല്ലാം റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്ന. അതിർത്തിയിൽ നിന്ന് 100 കിലോമീറ്റർ അപ്പുറം നിന്ന് ഈ വലിയ കൂറ്റൻ ബോംബുകൾ തള്ളിവിടുകയാണ് ചെയ്യുന്നത് റഷ്യ. റഷ്യയുടെ എയർഫോഴ്സ് ആകെ പോകുന്നത് റഷ്യ ഒക്യുപ്പൈ ചെയ്ത ഭാഗങ്ങളിൽ, അല്ലെ പിടിച്ചു വെച്ചിരിക്കുന്ന ഭാഗങ്ങളുടെ മേളിലൊക്കെ ഒന്ന് എത്തി നോക്കുന്നതല്ലാതെ ഒരിക്കലും മുന്നണിയിലേക്കോ യുക്രൈനിലേക്കോ റഷ്യയുടെ ഒരു ഫൈറ്ററും പോകുന്നില്ല, ഇപ്പോഴും പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇത്രയും ലോകത്തെ 2ാമത്തെ വലിയ എയർഫോഴ്സ് എന്നൊക്കെ പറയുന്നു. പക്ഷെ റഷ്യക്ക് 3.5 വർഷമായിട്ടും യുക്രൈന്റെ മേളിൽ ആ ഒരു ഇതില്ലാന്ന് മാത്രമല്ല, മേധാവിത്വം ഇല്ലാന്ന് മാത്രമല്ല, അങ്ങോട്ട് കയറാൻ പോലും പറ്റുന്നില്ല. അവിടെയാണ് 3 ദിവസം കൊണ്ട് ഇത്രയധികം വിമാനങ്ങളും ഇത്രയധികം എയർ ഡിഫൻസ് സിസ്റ്റം ഉള്ള ഒരു രാജ്യത്തിന്റെ മേളിൽ ഇസ്രായേലിനെ പോലൊരു കുഞ്ഞൻ രാജ്യം. അപ്പൊ പറയാം അമേരിക്കയുടെ പിന്തുണയാണ്. അമേരിക്കയുടെ പിന്തുണ വെച്ചാൽ അമേരിക്കയുടെ ആയുധങ്ങൾ അമേരിക്കയുടെ ആയിരിക്കാം, ഇന്റലിജൻസ് അവർ ഷെയർ ചെയ്യുന്നുണ്ടാവാം. പക്ഷെ ഇത് ചെയ്യേണ്ടതല്ല. അതിനെ നമുക്ക് അങ്ങനെ നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ലല്ലോ. ഇസ്രായേലിലെ റഷ്യക്ക് ഏതാണ്ട് 100-ലധികം വിമാനങ്ങളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് അവർ കയറി പോകാത്തത്. അവരെ വിമാനങ്ങൾ അങ്ങോട്ട് പോകാത്തതിന്റെ എല്ലാ മിസൈലുകളും മറ്റേതും വെച്ച് അവർ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ കാര്യം, ഈ മിസൈൽ റഷ്യക്ക് എന്തുകൊണ്ടാണ് ഈ 3.5 വർഷമായിട്ട് ഈ ഉദ്ദേശിച്ച രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാകാത്തതിന്റെ ഒരു കാരണം തന്നെ ഈ എയർഫോഴ്സ് വെച്ച് താങ്ങാൻ പറ്റുന്നില്ലെന്നുകൊണ്ടാണ്. ഈ മിസൈൽ എന്ന് പറയുമ്പോൾ ഒരു മിസൈൽ വിട്ടൊരു ആശുപത്രി നശിപ്പിക്കാം, അല്ലെങ്കിൽ ഒരു കെട്ടിടം നശിപ്പിക്കാം എന്നല്ലാതെ ഈ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പൊ പവർ ജനറേറ്റർ ഒക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് യുക്രൈനിൽ, നിരന്തരം അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതുണ്ടാക്കുന്ന ഡാമേജിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ കഴിയും. ഇങ്ങനെ എല്ലാം റീഇൻസ്റ്റേറ്റ് മിക്കവാറും ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം യുക്രൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ കഴിയും. ബാലിസ്റ്റിക് മിസൈലുകളാണെങ്കിൽ അതിനെ കുറെ ഡിഫെൻഡ് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് റഷ്യക്ക് ആകെ ഉണ്ടായിരിക്കുന്ന നേട്ടം എന്ന് പറഞ്ഞാൽ ഈ ആട്രിഷൻ, വാർ ഓഫ് ആട്രിഷൻ, അതായത് ഫ്രണ്ടിലെ കിടങ്ങും ഒക്കെ വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആളിനെ കൊന്ന് തള്ളി അങ്ങോട്ട് പോകുന്ന യുദ്ധം ഉണ്ടല്ലോ, കരയുദ്ധം. അതിൽ മാത്രമാണ് റഷ്യക്ക് അവിടെ മുൻതൂക്കം ഉള്ളത്. അത് മുൻതൂക്കം ഉള്ള കാരണം എന്താണ്? ദേ ആർ വില്ലിംഗ് ടു സാക്രിഫൈസ് മോർ പീപ്പിൾ. കൂടുതൽ ആളുകളെ ഇപ്പോൾ നമ്മളെ ബക്മുട്ടിലെ യുദ്ധം തന്നെ യെവ്ജിനി പ്രിഗോഷൻ, ഓർമ്മയില്ലേ എനിക്ക്? പ്രിഗോഷനൊക്കെ പറഞ്ഞാൽ 20,000 പേരാണ് ഒരു പട്ടണം പിടിച്ചെടുക്കാനായിട്ട് ഞങ്ങൾ തേച്ചതെന്നാണ് പുള്ളി തന്നെ പറയുന്നുണ്ട്. 20,000 ഒരു പട്ടണം, ഒരു കൊച്ചു പട്ടണം പിടിച്ചെടുക്കാനായിട്ട്. അങ്ങനെ ആളിനെ തള്ളിക്കൊണ്ടാണ് അവിടെ അവർക്ക് അത്രമാത്രം ഈ പിടിച്ചെടുക്കാൻ കഴിയുന്നത്. റഷ്യയുടെ കൂടെ ആളെന്ത് കൂടുതൽ, ജനസംഖ്യ കൂടുതലാണ്, റിക്രൂട്ട്മെന്റ് കൂടുതലാണ്, മൊബിലൈസേഷൻ കൂടുതലാണ്. യുക്രൈൻ അത് കുറവാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ പറയുന്ന 20% റഷ്യയുടെ കയ്യിലിരിക്കുന്നത്. ഇനി ഇത് ഇന്നിപ്പോ ഇവിടെ വെച്ചാൽ യുദ്ധം അവസാനിപ്പിച്ചാലും 20% കൊണ്ട് റഷ്യ പോയാലും ആ 20% നിലനിർത്തുക എന്നുള്ളത് റഷ്യയെ സംബന്ധിച്ച് ഒരു ഭയങ്കര ടാസ്ക് തന്നെയായിരിക്കും. റഷ്യക്ക് നഷ്ടപ്പെട്ട വിമാനങ്ങൾ നോക്കുക. Su-25, Su-30, Su-34, Su-35 ബോംബേഴ്സ്. അപ്പൊ ഇത് ഒരു വിമാനവും ഈ 6 ദിവസമായിട്ടും ഇസ്രായേൽ നഷ്ടപ്പെട്ടിട്ടില്ല. എന്ന് വെച്ചാൽ നാളെ നഷ്ടപ്പെട്ടു കൂടായികയില്ല, അത് വേറെ കാര്യം, അത് നമുക്ക് നിശ്ചയിക്കാൻ കഴിയില്ലല്ലോ. യുദ്ധമാകുമ്പോൾ എന്തായാലും നഷ്ടങ്ങൾ ഉണ്ടാവും, അത് നാച്ചുറലാണ്. അങ്ങനെ അത്ര പെർഫെക്റ്റ് ആയിട്ട് ഗെയിം പോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല.